റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിൽ KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സംഘവും ദില്ലിയിലേക്ക് പോകും. തിങ്കളാഴ്ച ദില്ലിയിലേക്ക് തിരിക്കുന്ന സംഘം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ഭാരവാഹി പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയേക്കും. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ചർച്ചകൾ അവസാന ഘട്ടത്തിലാണല്ലേ? തീരുമാനങ്ങളൊക്കെ എപ്പോൾ വരും? റോഷ്നി, KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം മാരത്തോൺ ചർച്ചകളാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് AICC സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. മുതിർന്ന എല്ലാ നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ അവസാനിച്ചു. ഇനി അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ദില്ലിയിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും പോകുന്നത്. അവിടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനു മുമ്പ് MP-മാരുടെ അഭിപ്രായം കൂടി തേടുന്നുണ്ട്. MP-മാരുടെ അഭിപ്രായം കൂടി തേടിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ അന്തിമ പട്ടിക തയ്യാറാക്കും. തൊട്ടു പിന്നാലെ ബുധനാഴ്ച പട്ടിക AICC കൈമാറാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. ഏതായാലും ഓഗസ്റ്റ് 10-നകം തന്നെ AICC നേതൃത്വം സംസ്ഥാനത്തെ KPCCയുടെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കും. 9 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലാണ് മാറ്റം ഉണ്ടാവുക. 5 കമ്മിറ്റികൾ തുടരും. അതിൽ തൃശ്ശൂർ ഉൾപ്പെടെ ആണ് തുടരുന്ന കമ്മിറ്റികൾ. അവർ പ്രവർത്തന മികവ് പുലർത്തിയവരെ ആണ് ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് KPCCയുടെയും DCCയും പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.